കല്ലൂക്കാരന്മാരെ വെട്ടാൻ ഇതിനപ്പുറം ഒരു തുറുപ്പില്ല. ആ അതിന് കടമ്പകൾ പലതുണ്ട്. 10-18 വർഷമായിട്ട് കാലഹരണപ്പെട്ട ഒരു കേസ് നമുക്ക് കുത്തിപ്പോക്കേണ്ടത്. കുട്ടപ്പായിൽ നിന്ന് ജീവനാംശം തേടി ദീനാമ കോടതിയിലെത്തുമ്പോൾ നമുക്ക് സ്ട്രോങ് ആയ എവിഡൻസ് വേണം. ഒന്നാമതായി ദീനാമയിൽ കുട്ടപ്പായിക്ക് ജനിച്ച മോളാണ് ആനിയും നമ്മൾ തെളിയിക്കണം. പിന്നെ അയാളുടെ ചതിയും വഞ്ചനയും തെളിയിക്കണം. ഇതിനൊക്കെ പഴയ ചരിത്ര പുസ്തകം തേടി പോകേണ്ടി വരും. അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമില്ല. പൊക്കാവടാ, എല്ലാം പൊക്കാം. ആനിയെ പറ്റിയിട്ട് ആശുപത്രി തൊട്ട് കിട്ടാവുന്നതെല്ലാം നമുക്ക് പോക്കാം. പക്ഷേ അതിനു മുമ്പ് പിടിപ്പുള്ള ഒരു വക്കീലിനെ സംഘടിപ്പിക്കണം. അതൊക്കെ, പക്ഷേ കുട്ടപ്പായുടെ ബ്ലഡ് ഗ്രൂപ്പ് മുതൽ നമ്മൾ ചെയ്യണം. എന്നാലേ കേസിന് ബലമുള്ളൂ. അപ്പനും മക്കളും കൂടെ ആ കല്ലൂക്കാരന്മാരെ വീഴ്ത്താൻ എത്ര കുഴി വേണേലും കുടിച്ചു. പക്ഷെ ആ കുഴിയില് ആ ദീനാമ്മയും മോളെയും വീഴ്ത്തല്ലേ. അയ്യേ, അമ്മച്ചി എന്നാ വർത്താനേ പറയുന്നേ? അവരെയും കൂടെ സഹകരിപ്പിച്ചല്ലേ കേസ് നടക്കത്തുള്ളൂ. അപ്പച്ചെന്നാ ഒന്നും മിണ്ടാത്തെ? ഒരു നിമിഷം ഞാൻ എന്റെ സൂസന്നപ്പങ്ങളെ ഓർത്തു പോയടാ. റബ്ബർപ്പുരയുടെ മോന്തായത്തിൽ തൂങ്ങി നിന്ന് ആ ശവം കണ്ടിച്ചിടാൻ ഒന്നും അറിയാത്തവനെ പോലെ അന്ന് അവനും ഉണ്ടായിരുന്നു. കല്ലൂക്കാരൻ കുട്ടപ്പായി. കോലഞ്ചേരി പള്ളിയിലെ തെമ്മാടിക്കുഴിയിലേക്ക് കാഞ്ഞിരപ്പള്ളി തറവാട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ വലിച്ചെറിഞ്ഞത് കല്ലൂക്കാരൻ കുട്ടപ്പായിയ. ഇപ്പോ ദീനാമ്മ എന്റെ സൂസന്നയ്ക്ക് സവാണടാ. ആ പെങ്കൊച്ചിന്റെ മാനം കളയരുതേ. എനിക്കത്രേ പറയാനുള്ളൂ. ദീനാമ്മയും മോളും നമ്മളെ അത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ട്. സണ്ണി, ദീനാമ്മയ്ക്കും മൂക്കും എന്നും കാഞ്ഞിരപ്പള്ളിക്കാരുടെ തണലും തുടയും ഉണ്ടാവുമെന്ന് പറഞ്ഞടാ. കാര്യങ്ങൾ പറഞ്ഞ തലേ കേളാത്തോ ദീനാമച്ചി? ഇതിപ്പം നിങ്ങളുടെ നിലപാട് എന്താ തോന്നും? നിർബന്ധം കാഞ്ഞിരപ്പള്ളിക്കാർക്കാന്ന്. നിങ്ങളുടെ കുടുംബത്തിനും ഭാവിക്കും ദോഷം എന്ന് എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന ദീനാമച്ചി തോന്നുന്നുണ്ടോ? ഉണ്ടോടി, നീ പറ. കേസും കോടതി എന്നൊക്കെ പറയുമ്പോ കരക്കാർക്ക് കളിയാക്കാൻ പിന്നെ മറ്റൊന്നും വേണ്ട, അത് ഓർത്തിട്ടാ. ഇത് കേൾക്കുമ്പോഴായിരിക്കും നിങ്ങൾ ഈ പറയുന്ന കരക്കാരെങ്കിലും ആണോ നിങ്ങളുടെ കഞ്ഞിക്കാലം തിളപ്പിക്കുന്നത്? അല്ലല്ലോ. അന്തിയാവുമ്പോ നിങ്ങളുടെ കഥയെ വന്ന് മുട്ടാനല്ലാതെ ഉമാരെ കൊണ്ടൊക്കെ എന്താ ഗുണം? ഇനി സണ്ണിച്ചും പറ, ഞാൻ കേക്കാം. കുട്ടപ്പായയുടെ മകളാണ് ആനി. കല്ലൂക്കാരൻ കുടുംബത്തിൽ കഴിയേണ്ടവൾ. തന്തയില്ലാത്തവളെ പോലെ 10-20 വർഷം കഴിഞ്ഞില്ലേ? കേസിന് പോയാ പിന്നെ അയാളും അനിയന്മാരും എന്റെ കുഞ്ഞിനെ എന്തേലും ചെയ്യുമെന്ന എന്റെ പേടി. ഓ പിന്നെ, തണ്ണിച്ചന്റെ കയ്യപ്പം മുളക് പറിക്കാൻ പോകും. കടലിൽ ഇറങ്ങിയാലും മറുകര കണ്ടിട്ടേ കറിയാച്ചനും മക്കളും തിരിച്ചു വരാറുള്ളൂ. അതാ കാഞ്ഞിരപ്പള്ളിക്കാരുടെ നയം. എന്റെ പൊന്ന് ദീനാമ്പറ്റി, ഒന്ന് ധൈര്യമായിട്ടിരിക്കെ. ഈ വക്കാലത്ത് പേപ്പറിലിട്ട് ഒന്ന് ഒപ്പിട്ടെ. എന്നിട്ട് നിങ്ങൾ രണ്ടാളും കൈയും കെട്ടി ഇരുന്നേച്ചാ മതി. കച്ചേരി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. കോമരകം പോകുന്നവൻ നമ്മുടെ വക്കാലത്ത് ആർജി കാലക്കും. ഇന്ത്യ ഈസ് മൈ കൺട്രി. ആൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഈ പത്രം തുറന്ന ആക്സിഡന്റ് വാർത്ത മാത്രമേ ഉള്ളൂ, ഒരു രക്ഷയില്ല. അറിഞ്ഞോ, നീ ഇവിടെ ഇരിപ്പുണ്ടോ? ആ കല്ലുക്കാരെ കുട്ടപ്പായില്ലേ? എന്താ തട്ടിപ്പോ? അയാള് വീണ്ടും അപ്പനായി. അയ്യോ, അതെങ്ങനെയാടൂ? ഇന്നലെ കൂടെ മുതലാളിയുടെ കൊച്ചമ്മ ഞാൻ കണ്ടതാ. ഒരു ശകലം കൂടെ വയറില്ലായിരുന്നല്ലോ. ഇത് മുതലാളി കൊച്ചമ്മയുടെ അല്ല, ചുങ്കത്താനത്തെ ദീനാമടയാ. പ്രസവം കഴിഞ്ഞിട്ട് 10-18 വർഷം കഴിഞ്ഞ്. അയ്യാ, അല്ലേലും എന്റെ മുതലാളിയുടെ വീടിന് ഔട്ട്സൈഡിലുള്ള പിള്ളേർക്കൊക്കെ മുതലാളിയുടെ അതേ ഫേസ് കെട്ടാ. ഇൻസൈഡിലാണെങ്കിൽ അതൊട്ട് ഇല്ലതാനും. ആ ആനിപ്പെണ്ണിന് എങ്ങനെയാ മുതലാളിയുടെ ഫേസ് കെട്ടുവെന്ന് ആലോചിച്ച് ഞാൻ ഒത്തിരി കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ട്. ആ ദീനാമ്മയുടെ മോന്തായം കണ്ടാ ഇങ്ങനെ വല്ലതും തോന്നൂ. നീയും നിന്റെ മുതലാളി ചെവിയിൽ നുള്ളിക്കോ. ദീനാമ്മയും മോളെയും കൊണ്ടൊരു വടിയും കൊടിയും പിടിപ്പിച്ച് ബംഗ്ലാവിലേക്ക് ഞങ്ങൾ ഒരു മാർച്ച് പാസ് നടത്താൻ പോവാ. അതിന് മാർച്ച് വരെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഇപ്പൊ തന്നെ ആകാലോ. ഈ ഫേസ് കട്ടിനെ കുറിച്ചും പലർക്കും സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ബി കെയർഫുൾ. അയ്യോ, പള്ളി വിടാൻ സമയമായി. ഒരു 100 നോട്ടീസെങ്കിലും അടിച്ചില്ലെങ്കിൽ ഇന്ന് കിടന്നുറങ്ങാൻ ഒരു സമാധാനം ഉണ്ടാവില്ല. ആ പോട്ടെ പോട്ടെ പോട്ടെ. അമ്മച്ചേ, അമ്മച്ചി അറിഞ്ഞ കല്ലുക്കാരൻ കുട്ടപ്പായ ഡ്യൂപ്ലിക്കേറ്റ് മോളാ ചുങ്കത്താരത്തെ ആനി. കട്ടപ്പനയോ? ആ കട്ടപ്പന പെറ്റ്. ഇതിനൊന്നും പാസ്പോർട്ട് കൊടുക്കാറായില്ലേ കർത്താവേ? ഇതാ പിഴച്ച വിത്തലടാ. അതെ, ആ വീട്ടിലാ താമസം. അമ്മയും മോളും തനിച്ച. മുട്ടുന്നതൊക്കെ കൊള്ളാം, തട്ട് കിട്ടാതെ നോക്കണം. കൊണ്ടോട്ടി കാതർ എവിടെയെങ്കിലും മുട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പൊക്കിയിട്ടുണ്ടടാ. വാതിൽ തുറക്ക. ആരാ? ഞാനാ, കൊണ്ടോട്ടി കാതർ. വാതിൽ തുറക്ക്. രൂപ എത്രയെന്ന് വെച്ചാൽ തരാം. മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ ഞാൻ ഒച്ച വെച്ച ആളെ കൂട്ടും. കല്ലൂക്കാരന്റെ കാശിന് മാത്രമേ വിലയുള്ളൂ അല്ലേടി? ഞാൻ തരുന്ന കാശല്ലേ? തുറക്കണി. അറിയും ഞാൻ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? മാനമര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിച്ചില്ലേ? ഒന്നുകൂടെ ഞാൻ.
ഇപ്പൊ ഞങ്ങൾ പോവാം. പക്ഷെ എന്തെങ്കിലും നീയും മകളും ഞങ്ങളുടെ കൈ വന്ന് പെടും. വേണം. ഇതുവരെ ഒരുങ്ങിയില്ലേ? നീ തന്നെ വല്ല മിസ്സിന്റെ കോമ്പറ്റീഷനും പോകുന്നുണ്ടോ? ഒന്ന് പോയി ജോണിച്ചാ. എടി മോളെ, നിന്നെ അവര് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. ഒന്ന് വേഗം വാ. അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കടി. ആ, നിനക്ക് വല്ലതൊക്കെ പെൺകുട്ടിയോട് ചോദിക്കാറുണ്ട്, ചോദിക്ക്. രേഖയെ ഞാൻ ഇവിടുത്തെ പള്ളിയിൽ വെച്ച് നേരത്തെ കണ്ടിട്ടുള്ളതാ. അപ്പോ ഞങ്ങളറിയാതെ പെണ്ണുകാണലൊക്കെ നേരത്തെ കഴിഞ്ഞു അല്ലേ? എന്നാ പിന്നെ കല്യാണം എന്ന് നടത്തണമെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഏത് ദിവസം നടത്താനും ഞങ്ങൾ തയ്യാറാ. ബെന്നിച്ചൻ 2-ാം തീയതി വഴിയേ ലീവുള്ളൂ. അതുകൊണ്ട് അടുത്ത ആഴ്ച തന്നെ മനസ്സുചോദ്യം നടത്തി പിറ്റേ ആഴ്ച 3 കൂട്ടി വിളിച്ചതിൽ കല്യാണം നടത്താം. അല്ല, അരമനയിൽ നിന്ന് മെത്രാച്ചന് സ്പെഷ്യൽ ഓർഡർ വാങ്ങിച്ചാല് കല്യാണം നടത്താമല്ലോ. ഹലോ, പോലീസ് സ്റ്റേഷൻ. SI സാറല്ലേ? അതെ. സാറിനൊരു നല്ല വാർത്ത തരാനാണ് വിളിച്ചത്. നിങ്ങളാരാ? തൽക്കാലം ഞാൻ ഈ നാട്ടിലെ ഒരു പൗരനാണെന്ന് അറിഞ്ഞാൽ മതി. കല്ലൂക്കാരൻ അഗ്രോ ഫാംസിന് തിരുനെൽവേലിക്കടുത്ത് വള്ളിയൂരിൽ ഉണ്ടെന്ന് പറയുന്ന മാഞ്ചിയം തോട്ടം വെറും സ്വപ്നം മാത്രമാണ്. പാവങ്ങളിൽ നിന്ന് 1000-ഉം 2000-ഉം വീതം ലക്ഷക്കണക്കിന് രൂപയാ കല്ലൂക്കാരന്മാരുണ്ടാക്കിയിരിക്കുന്നത്. അല്ല, നിങ്ങൾ എവിടുന്നാ? സോറി സാർ, തൽക്കാലം ഇത്ര മാത്രം. രാജാക്കന്മാരില്ലേടിയത്ത്? എന്താണ് സാർ? കല്ലൂക്കാരന്മാരുടെ മറ്റേ പട്ടനാട് അവളുടെ ഒരു നമ്പർ എന്റെ കൈ പെരിക്കുന്നതിന് മുമ്പ് പറയടേ. അവന്റെ അമ്മയുടെ മാഞ്ചയത്തിന് വളവിടാൻ ഇവിടെ ഒരുത്തിന് എത്തിയിട്ടുണ്ടെന്ന്. എന്താണ് ഉദ്ദേശം? ആ, സാറന്മാർക്ക് ടൂറ് പോവാൻ സർക്കാരിന്റെ ഒരു പഴയ വാഹനം താഴെ കിടപ്പുണ്ട്. ഒന്ന് ചെന്ന് കയറിയാട്ടെ. എടോ ഇൻസ്പെക്ടറെ, തന്നേക്കാൾ തൊപ്പി നരച്ചോമാര് കല്ലൂക്കാരന്റെ വണ്ടിയുടെ പുറകിൽ ടിൻബിയറും സ്കോച്ചും കഴിച്ച് പെണ്ണും പണവും കെട്ടിപ്പിടിച്ച് തെക്കോട്ടും വടക്കോട്ടും ഷട്ടിൽ അടിച്ചിട്ടേ ഉള്ളൂ. അറിയാവോ ഏമാന്? സത്യം. പക്ഷെ എന്ത് ചെയ്യാം, ഇന്നു മുതൽ കല്ലൂക്കാരന്മാരുടെ ജാതകത്തിൽ ശനിയുടെ അപഹാരം തുടങ്ങിപ്പോയി. കൊണ്ടുപോവാതെ തരവില്ലല്ലോ. അതെ, ഹാൻഡ് കപ്പുകൾ. മാറിക്കാൻ മാറിക്കോ. കൊല്ലും ഞാൻ ആ പട്ടിയെ. എന്റെ അച്ചായോ, ടൗണിലേക്ക് അടുക്കാൻ യാതൊരു നിവൃത്തിയില്ല. ജനങ്ങളൊക്കെ അങ്ങ് ആകെ ഇളകിയിരിക്കുക. നിക്ഷേപരെന്നും പറഞ്ഞ് ആരൊക്കെയോ ഇടിച്ചു കയറി ആ ഓഫീസും തല്ലിപ്പൊളിച്ച് കൈ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ആലിച്ചനെയും മനോയെ ആ തെണ്ടി കൈവച്ചോടാ. അവൻ ഏതായാലും കുടുംബച്ചോർക്ക് തീർക്കാതിരിക്കുവോ? മാഞ്ചിയം വളരുന്ന പോലെ വളർന്നിട്ട് കാര്യമില്ലടാ. കക്കാൻ പഠിച്ചാ നിക്കാനും പഠിക്കണം. ചിലക്കാതൊന്ന് പോതല്ലേ. എടോ വക്കീലേ, താൻ എന്തോ ചോദിച്ചോണ്ടിരിക്കുവാടോ? കോടതി പിരിയും മുമ്പ് എന്റെ പിള്ളേരെ വെളിയിലാക്കി തരണം. വകുപ്പും ചട്ടവും ഒന്നും എനിക്ക് കേൾക്കണ്ട. കാഞ്ഞിരപ്പള്ളിക്കാരിപ്പോ ജയങ്ങളുടെ കൊടുമുടി പുറത്താ. ഇനി അവന്മാരെ അവിടുന്ന് തള്ളിയിട്ടാ മാത്രം മതി. ഉയരം കൂടും തോറും വീഴ്ചയ്ക്ക് ആക്കവും കൂടും. മുതലി, കോലഞ്ചേരി ആശുപത്രിയില് 2 മാസം ഒരുമിച്ച് കിടക്കുന്ന ഒരു വീഴ്ചയായിരിക്കണോ? ഒന്ന് ചിലക്കാരകത്ത് കയറിപ്പോടാ. വിളിക്കുമ്പോ വരാം. നാളെ കറിയയുടെ മോടെ മനസ്സമ്മതമാ. അതുപോലൊന്നും ഇവിടെയും നടക്കേണ്ടതല്ലായിരുന്നോടാ. ആ സണ്ണിക്കഴിവേറി ഒറ്റ ഒരുത്തന്റെ ബുദ്ധിയാ അരുതേ നമ്മളിന്ന് മുറിച്ചു മാറ്റിയത്. അവിടെ ആഘോഷം തുടങ്ങി. നടക്കട്ടെ. നാളത്തെ കലാശക്കൊട്ടിന് താളം പിടിക്കുന്നത് കല്ലൂക്കാരന്മാരായിരിക്കോടാ. മനസ്സമ്മതത്തിന് ചെണ്ടമേളം ഉണ്ടോ? എങ്കിൽ പിന്നെ എന്റെയും കത്തിയുടെയും മനസ്സമ്മതത്തിന് പല്ലാവൂർ അപ്പുമാരുടെ തന്നെ വിളിക്കാം.